നമസ്കാരം. ഇത് എൻ്റെ ഇന്നത്തെ ഒരു സാരി ലുക്കാണ് കേട്ടോ. ഈ സാരി എന്ന് പറയുന്നത് വലിയ വിലയുള്ള സാരിയൊന്നുമല്ല, ഒരു 1000 സംതിങ് വിലയുള്ളൂ. ഇതൊരു നേവി ബ്ലൂ സാരിയാണ്. നേവി ബ്ലൂവിൽ സിൽവർ ലൈൻസാണ് വന്നിട്ടുള്ളത് ബോഡിയിൽ. ബോർഡർ എന്ന് പറയുന്നത് സിൽവർ ജെറി വർക്കാണ്, റെഡ് ബോർഡർ. അതുപോലെ പല്ലുവും റെഡാണ്, അതിനകത്ത് ജെറി വർക്ക് ഉണ്ട്. ഇതിന് പെയർ ചെയ്തിരിക്കുന്ന ബ്ലൗസ് എന്ന് പറയുന്നത് ഒരു നേവി ബ്ലൂവിൽ വൈറ്റ് ഫ്ലവേഴ്സ് ആയിട്ടുള്ള ചെറിയ സീക്വൻസ് വർക്കുള്ള ഒരു ബ്ലൗസാണ്. ഇത് നമ്മൾ പീസ് വാങ്ങിയിട്ട് ഞാൻ തന്നെ തയ്ച്ചതാണ്. എൻ്റെ ബ്ലൗസൊക്കെ ഞാൻ തന്നെയാണ് തയ്ക്കുന്നത്. ഫുൾ സ്ലീവ് ആയിട്ടാണ് തയ്ച്ചിട്ടുള്ളത്, കോളർ ബ്ലൗസായിട്ടാണ് തയ്ച്ചിട്ടുള്ളത്, ഹൈനെക്കായിട്ടാണ് തയ്ച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ള സാരികൾ നമ്മൾ ഈ ഒരു രൂപത്തിൽ സ്റ്റൈൽ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും തോന്നുന്നു. കുറച്ച് തടിയൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ സിംഗിൾ പ്ലീറ്റായിട്ട് ഇത്തരത്തിൽ ഉടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇതുപോലെയുള്ള ബോർഡറും അതുപോലെ നല്ല പല്ലു ഒക്കെയുള്ള സാരികൾ ഇങ്ങനെ സിംഗിൾ പ്ലീറ്റായിട്ട് ഉടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. കുറച്ച് മെലിഞ്ഞവരാണെങ്കിൽ നമുക്കിങ്ങനെ പ്ലീറ്റഡായിട്ട് തന്നെ ഉടുക്കുകയും ചെയ്യാം. അപ്പോൾ ബ്ലൗസൊക്കെ ഈ രീതിയിലാണ് ഞാൻ അധികവും പെയർ ചെയ്യാറ്. കഴിയുന്നതും കോൺട്രാസ്റ്റ് ചെയ്യാറുണ്ട്, പക്ഷേ ഇതിൻ്റെ ബ്ലൗസ് കോൺട്രാസ്റ്റ് ആണെങ്കിലും തയ്ച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഈ ഒരു ബ്ലൗസ് നമ്മൾ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ആഭരണം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ മുത്തുമാലയും അതുപോലെ കാതിലാണെങ്കിൽ നമ്മളൊരു ചെറിയ സ്റ്റഡുമാണ് ഇട്ടിട്ടുള്ളത്. വൈറ്റ് സ്റ്റോണുള്ള ഒരു സ്റ്റഡുമാണ് ഇട്ടിട്ടുള്ളത്. കയ്യിൽ ഓരോ വളയും ഇട്ടിട്ടുണ്ട്, ഓരോ കയ്യിലും. അപ്പോൾ കല്യാണങ്ങൾക്കും അങ്ങനത്തെ ഫങ്ഷനൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ സിമ്പിളായിട്ടുള്ള ഒരു ലുക്കിൽ പോകുന്നതാണെങ്കിൽ നന്നായിരിക്കും തോന്നുന്നു. കണ്ടമാനം ആഭരണങ്ങൾ ഇടുന്നതിലും നല്ലത് ഇതുപോലെ സിമ്പിളായിട്ട് ഒരു മാല, അതുപോലെ ഒരു വള, പിന്നെ എന്തെങ്കിലും ഒരു സിമ്പിളായിട്ടുള്ള സ്റ്റഡ് കുറച്ച് എടുത്ത് പിടിക്കുന്ന സ്റ്റഡാണ് കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഒന്ന് നന്നായിട്ട് എന്താ പറയുക, എടുത്ത് കാണിക്കുന്നതാണെങ്കിൽ ബാക്കിയുള്ളതൊക്കെ സിമ്പിളാക്കിയിട്ട് പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അഭിപ്രായം പറയൂ കേട്ടോ.